ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, ദൈവദാസിമാരും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിൽ വളരുന്നവരായി തീരുവാൻ ഈ 2026 ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറച്ചും കൂടെ വളർച്ചയ്ക്കും, കുറച്ചും കൂടെ വിശുദ്ധിക്കും, കുറച്ചും കൂടെ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്കായിരിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം അവിടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എത്ര മനോഹരമായിരിക്കുന്ന പ്രാർത്ഥന! നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഹരമായ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ഈ ഒരു പ്രാർത്ഥനാ വാക്കുകളും കൂടെ 2026 ചേർത്താൽ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് പ്രാർത്ഥനാ വാക്ക്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവവചനത്തിനകത്ത് ചില അത്ഭുതങ്ങളുണ്ട്. അത് പലപ്പോഴും ദൈവസഭകൾ നാം ഓരോരുത്തരും കണ്ടിട്ടില്ല. അത് ദൈവം തരുന്ന അത്ഭുതങ്ങളാണ്. ദൈവം തരുന്ന ചില അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നമ്മുടെ ആത്മകണ്ണ് തുറക്കണം. 2 കണ്ണുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കാറുണ്ട്. ഒന്ന് പുറമേയുള്ള കണ്ണ്. അത് ഞാനിപ്പോൾ ഇവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റൊന്നിനെ വീക്ഷിച്ചാണ്, അല്ലെങ്കിൽ ഞാൻ ക്യാമറയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത്, കണ്ടുകൊണ്ട് ഞാൻ സന്ദേശം നൽകുന്നത്. എന്നാൽ ആ ഒരു കണ്ണിനെ കുറിച്ചല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ആത്മീയ കണ്ണുണ്ട്. ആത്മീയ കണ്ണിനെ കുറിച്ച് പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17 വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്, പൗലൂസിന്റെ പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശയിന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ എന്നെ ദൈവം എന്തിനാണ് വിളിച്ചത്, എനിക്ക് എന്താണ് ദൈവം തരാൻ പോകുന്നത്, എന്താണ് നിത്യത, ഇതൊക്കെ കാണണമെങ്കിൽ ഒരു ഭക്തന്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണം. നോക്കുക, പുറമേയുള്ള കണ്ണ് തുറന്നാൽ നമുക്ക് ചില നന്മകൾ, ലോകത്തിന്റെ ചില നന്മകൾ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ, നമ്മുടെ ലോകത്ത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ നന്മ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലനും പഴയ നിയമ വിശുദ്ധന്മാരും പറയുന്ന വാക്ക് അങ്ങനെയല്ല. നിങ്ങൾ പുറമേക്കുള്ള കണ്ണ് നിങ്ങളെ ചില സമയങ്ങളിൽ സന്തോഷിപ്പിക്കും, എന്നാൽ മിക്ക സമയങ്ങളിലും എന്ന് വെച്ചാൽ 98% നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. ഈ പുറമെയുള്ള കാഴ്ചകൾ, ഈ പുറമെയുള്ള കാര്യങ്ങൾ അല്പം സന്തോഷിപ്പിക്കുന്നുവെങ്കിലും അത് പിന്നീട് ദീർഘമേറിയ ദുഃഖങ്ങൾക്ക് കാരണമാക്കി തീർക്കും. ഇതാണ് പുറമേയുള്ള കണ്ണിന്റെ പ്രത്യേകത. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, നമുക്കൊരു അകത്ത് ഒരു മനുഷ്യനുണ്ട്, അകത്ത് ഒരു കണ്ണുമുണ്ട്. ആ മനുഷ്യന് ഒരു കണ്ണുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 കാര്യം പറഞ്ഞു. സങ്കീർത്തനം 119 സങ്കീർത്തനം
അതിന്റെ 18-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന്, എന്ന് വെച്ചാൽ ദൈവവചനത്തിന് അകത്തുള്ള ചില നന്മകളും ചില വിടുതലുകളും നിത്യതയുടെ വെളിപ്പാടും കാണേണ്ടതിന് എൻ്റെ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ എഫെസ്യർക്കെഴുതിയ 1:17 പറയുന്നു, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ആരാണ്, ഞാൻ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്, ആരാണ് കൊണ്ടുപോകാൻ പോകുന്നത്, ഇത്യാദി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ വ്യക്തമായ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇനി നോക്കുക, വ്യക്തമായ കണ്ണ് തുറന്നില്ല എങ്കിൽ ഒരിക്കൽ യേശു ഒരു കുരുടനോട് പറഞ്ഞു, നീ ചെന്ന് ശീലോഹവും കുളത്തിൽ ചെന്ന് നിന്റെ കണ്ണ് കഴുകാൻ പറഞ്ഞു. അവൻ ആദ്യം കഴുകിയിട്ട് എന്ത് ചെയ്തു? യേശു ചോദിച്ചോടാ, കാണുന്നൂടാ മോനെ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മരങ്ങളെല്ലാം തലകീഴായി നിൽക്കുന്നതും മനുഷ്യർ തലകീഴായി നടക്കുന്നതൊക്കെ കാണും, എല്ലാം തലകീഴ. നമ്മളും അങ്ങനെയാ. പലപ്പോഴും ചെറിയ കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും, കുടുംബജീവിതം എല്ലാം തലതിരിഞ്ഞാ കാണുന്നത്, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ തലതിരിച്ചാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ കണ്ണ് വ്യക്തമായി തുറന്നിട്ടില്ല. യേശു പറഞ്ഞു, മോനെ ഒരിക്കൽ കൂടെ കഴുകിടാ മോനെ. അത് അവൻ കഴുകിയപ്പോൾ അവനെന്ന് വളരെ വ്യക്തമായി കണ്ടു. ഈ ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കണ്ണ് വ്യക്തമായി തുറക്കണം. വ്യക്തമായി തുറക്കുമ്പോഴാണ് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ദൈവം നമുക്ക് തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാത്ത കാലം ശത്രുവിന്റെ ഊടുവഴികളെ തിരിച്ചറിയാൻ പറ്റും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:10 മുതലൊക്കെ നിങ്ങൾ വായിക്കണം. അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ ഇങ്ങനെയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. എന്തിനാ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. അകത്തെ കണ്ണ് തുറക്കാത്ത കാലം പിശാചിന്റെ തന്ത്രങ്ങളിൽ നമ്മളെപ്പോഴും കുടുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ഉപവാസ പ്രാർത്ഥന കഴിയും, നമുക്ക് ആ 21 കഴിയുമ്പോൾ, ആ 40 കഴിയുമ്പോൾ, ആ 7 കഴിയുമ്പോൾ, ആ 14 കഴിയുമ്പോൾ, 3 കഴിയുമ്പോൾ ഭയങ്കര ആത്മീയ ഉണർവാ. പക്ഷെ അവൻ അടുത്ത് എന്ത് ചെയ്തു? ഒരു തന്ത്രവുമായിട്ട് വരുന്നു. ഈ തന്ത്രത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കുരുങ്ങി പോകുന്നു. കാരണം എന്താണ്? നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടില്ല, ആത്മീയ കണ്ണ് തുറക്കുന്നില്ല. എന്നാൽ ആത്മീയ കണ്ണ് തുറന്നാൽ അവൻ വരുന്ന വഴി, അവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ 2026 നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. നമുക്ക് അന്യഭാഷ കാണും, നമുക്ക് പ്രവചനം കാണും, നമ്മൾ നല്ലൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന മക്കളായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ വലുത് നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. അകത്തെ കണ്ണ് തുറന്നാൽ 2 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ആത്മജീവിതത്തിൽ മുന്നേറാൻ പറ്റും. 2, നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നിത്യതയുടെ വെളിപ്പാട് കാണണമെങ്കിൽ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ നിത്യതയുടെ വെളിപ്പാട് കാണാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ ഈ ഭൂമിയിൽ നിന്നപ്പോൾ തന്നെ തനിക്ക് കിട്ടാൻ പോകുന്ന നിത്യതയുടെ പ്രതിഫലത്തെ കണ്ടു. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്ക് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എവിടെ വെച്ചിരിക്കുന്നു? ഭൂമിയിലല്ല, നിത്യത. അപ്പോൾ താൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തനിക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന നീതിയുടെ കിരീടം താൻ കണ്ടതെങ്ങനെയാണ്? ഹൃദയത്തിന്റെ ദൃഷ്ടിപ്രകാശം. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ നിത്യതയിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളെ കണ്ട് നമ്മൾ സന്തോഷിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ ആത്മക്കണ്ണ് തുറന്നതുകൊണ്ടാണ് തനിക്ക് കഷ്ടത വന്നു, ഒറ്റപ്പെടൽ വന്നു, വാള് വന്നു, തടവ് വന്നു,
ജീവിതത്തിൽ പട്ടിണി വന്നു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പുള്ളി എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. കാരണം എന്താണ്? പുള്ളിയുടെ ജഡവും മാംസവും ദൈവത്തെ ഘോഷിക്കാനുള്ള കാര്യം എന്താണ്? താൻ നിത്യതയുടെ വെളിപ്പാട് കണ്ടു. പുള്ളിക്ക് മനസ്സിലായി ഇത് താൽക്കാലികമാണ്, ഇത് ചുരുക്കമുള്ള ദിവസം കഴിയുമ്പോൾ ഈ ശരീരം അങ്ങ് മാറും, ഈ ലോകത്ത് നിന്ന് ഞാൻ പോകും, പിന്നീട് നിത്യയുഗം എൻ്റെ ദൈവത്തോട് വാഴും. അതെങ്ങനെ മനസ്സിലായി? പുള്ളിയുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നപ്പോഴാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ശോധനകൾ വരും, കഷ്ടതകൾ വരും, പട്ടിണി വരും, വേദനകളെല്ലാം വരും. പക്ഷെ ആ സമയത്ത് ഒരു ഭക്തന്റെ ഉള്ളിൽ നിത്യതയുടെ വെളിപ്പാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മക്കണ്ണ് തുറക്കുമ്പോൾ അവൻ കാണുന്നത് നിത്യതയുടെ വെളിപ്പാടാണെങ്കിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല, അവൻ തളർന്നു പോകില്ല. സ്തേഫാനോസിനെ നോക്കണം. സ്തേഫാനോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ താൻ കല്ല് കൊണ്ട് ശരീരം മുഴുവൻ വേദനപ്പെടുകയാണ്. യഹൂദ പരീക്ഷകളെല്ലാം കൂടെ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോവുകയാണ്. പക്ഷേ ആ സമയത്തും പുള്ളി എന്ത് ചെയ്തു? അകത്തേക്കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പുള്ളി കാണുന്നുണ്ട് പുത്രൻ തനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണുവാനിടയായി. ആ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ വന്ന ആ ഏറ്, അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുള്ള ഏറ്, തനിക്കതിൽ വേദന തോന്നുന്നില്ല. അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മക്കണ്ണ് തുറന്നാൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നിസ്സാരമാണ്, സാരമില്ല എന്ന് തോന്നുവാനിട. ഏതെങ്കിലും ആന്റിമാർ, അങ്കിളുമാർ, ഏതെങ്കിലും ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ, മക്കളെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ട് ശോധനകളിൽ കൂടെ പോകാം, വേദനയിൽ കൂടെ പോകാം. ഒരുപക്ഷെ കുടുംബനാഥൻ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കാം, ഭാര്യ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, പ്രതീക്ഷിച്ച കരങ്ങൾ അസ്തമിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ പറയട്ടെ, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും ബലവാനായ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. ഓക്കെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിന്റെ കണ്ണ് ഈ വർഷം ഇത് തുറന്നേ പറ്റൂ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഉപവസിക്കണം. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാൽ വലിയൊരു വിടുതൽ ഉണ്ടാകുവാനാകും. ഇനി ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം എങ്കിൽ എന്ത് വേണം? സ്തോത്രം, യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിനകത്ത് കൊണ്ടുവരണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കണ്ണ് തുറക്കണം, എൻ്റെ കണ്ണ് തുറക്കണം, എൻ്റെ കണ്ണ് തുറക്കണം എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മുടെ ഉപവാസങ്ങൾ കൊണ്ടോ അന്യഭാഷ കൊണ്ടോ തുറക്കത്തില്ല. എത്രയോ പേർ അന്യഭാഷയിൽ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ അവരിൽ പ്രതികൂലം വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തെ തള്ളി പറയുന്നു. ആ പ്രതികൂലത്തിന്മേൽ ഒരു ചീര വാടുന്നത് പോലെ അവർ വാടിപ്പോകുന്നു. റീസൺ എന്താണ്? കാരണം ഹൃദയത്തിന്റെ കണ്ണ് തുറന്നില്ല. എത്രയോ ശുശ്രൂഷകന്മാർ, തീ പോലെ നിന്നവർ, പെട്ടെന്ന് പുറന്ന പ്രശ്നത്തിൽ അവർ പിന്മാറിപ്പോയി. എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികൾ. പ്രിയമുള്ളവരെ, ഈ തലമുറയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാതെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ തന്ത്രം തിരിച്ചറിയുന്ന ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ എന്ത് വേണം? അതിനും പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, ഒരുത്തന്റെ അകത്തുള്ള കണ്ണ് തുറക്കണമെന്ന് വെച്ചാൽ ആത്മമനുഷ്യൻ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ എന്ന് ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരണം. ആമേൻ. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരാത്ത കാലം നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ മെസ്സേജുകൾ, നമ്മുടെ ആത്മീയ ലോകം ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇതാണ് ആത്മീയത എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരുത്തന്റെ ഹൃദയത്തിനകത്ത് ആത്മകണ്ണ് തുറക്കാത്ത കാലം അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ക്രിസ്ത്യൻ ലൈഫിൽ ഫെയിലിയറായി, പരാജയപ്പെട്ടവനാണ്. ആമേൻ. എന്നാൽ ഇവിടെ പൗലോസ് ഒന്ന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അതെങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്നത്?
ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതാണ് യേശു എന്ന് പറഞ്ഞ് ആ വിശ്വാസം അല്ല. ക്രിസ്തു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ആ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായെന്നും ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു എന്നും എനിക്ക് വേണ്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും ആ യേശു എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് ഒരു വ്യക്തി ഹൃദയത്തിനകത്ത് വിശ്വസിക്കുകയും തൻ്റെ വാ കൊണ്ട് അത് ഏറ്റുപറഞ്ഞാൽ, തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൻ്റെ ഹൃദയത്തിനകത്ത് യേശുവേ അങ്ങ് എൻ്റെ ഹൃദയത്തിനകത്ത് രാജാവായി, കർത്താവായി, ദൈവമായി എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഒരു ഭക്തൻ വിശ്വാസത്തോടുകൂടെ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ എന്തായിത്തീർന്നു? ക്രിസ്തു അവനിൽ വസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ! ക്രിസ്തു വരികയല്ല, വസിക്കാൻ തുടങ്ങും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? യേശു നമ്മുടെ ഉള്ളിനകത്ത് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്തൃത്വം, എൻ്റെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. 2, എൻ്റെ കർത്താവിന് ദൈവമായി അംഗീകരിക്കണം, വിശ്വസിക്കണം. 3, എൻ്റെ ദൈവത്തെ രാജാവായി അംഗീകരിക്കണം. എന്ന് വെച്ചാൽ അവൻ കൽപ്പിച്ചാൽ ഞാനത് ചെയ്യും. എന്ത് കൽപ്പിച്ചാലും, ഒരു രാജാവ് എന്ത് കൽപ്പിച്ചാലും പ്രജ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അവനൊരു ദൈവമാണ് എന്ന് വെച്ചാൽ എൻ്റെ മുഴുവനും അറിയുന്ന വ്യക്തി ദൈവം. 3, എൻ്റെ കർത്തൃത്വം എന്ന് വെച്ചാൽ എൻ്റെ സകലം, എൻ്റെ ഉള്ളംകാൽമെന്ന് നിറക വരെയുള്ള എൻ്റെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ദൈവകാര്യങ്ങളിൽ കൊടുക്കണം. ആ വ്യക്തി ഹൃദയത്തിനകത്ത് വിശ്വാസത്തോടുകൂടെ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് അവൻ ആരായിത്തീർന്നത്? ദൈവമകനായിത്തീരുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്താൽ വസിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിനകത്ത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഞാൻ സ്വീകരിച്ചതാണ്. ഇപ്പോഴും യേശുവായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യമുണ്ട്, ക്രിസ്തു ഉള്ളിൽ വസിക്കും. അവൻ നടക്കുന്നിടത്തും പോകുന്നിടത്തും എപ്പോഴും നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, യേശു എൻ്റെ കൂടെ, യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ പേടിക്കില്ല. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ രാജാവ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? കണ്ടോ? അങ്ങനെ വരണമെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കണം. ഇനി ക്രിസ്തു നമ്മിൽ വസിച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ നിന്ന് പുറത്തു വരണം. യേശു ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഒരു ശിഷ്യനെ മാറ്റി നിർത്തിയിട്ട് യേശു പറഞ്ഞു, എടാ ആ പത്രോസിനെ സൂക്ഷിച്ചോളണേ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കലക്കവും ഇല്ല. ഇവർ കലക്കമുള്ളവരാണെങ്കിലും ഇവരെല്ലാം ഒരുമിപ്പിക്കുന്ന യേശു. നമ്മുടെ ജീവിതത്തിനകത്ത് ഭിന്നതകള്, കലക്കങ്ങള്, ധാർഷ്ട്യങ്ങള്, അഹങ്കാരങ്ങള്, നുണ പറച്ചില്, ഏഷണി പറച്ചില്, ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിലും എന്നിലും വസിക്കുന്നില്ല. ക്രിസ്തു എന്നിൽ വസിച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ നിന്ന് വരും. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാം. അത് നമ്മുടെ കണ്ണിൽ കൂടെ, നാവിൽ കൂടെ, പ്രവൃത്തിയിൽ കൂടെ, നമ്മുടെ എല്ലാ യാത്രകളിലും എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികളെല്ലാം കാണുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2:20 പറഞ്ഞതെങ്ങനെ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എത്ര നല്ല ഒരു ആശയമാണ്! എത്ര ഒരു പൗലോസ് പറഞ്ഞ എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തു എന്നിൽ വസിക്കുകയാണ്. ഇനി ഞാനല്ല. പുള്ളി പറയും, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് എന്താണ് പുള്ളി പറയും, ഇനി ജീവിക്കുന്നത് ആ വാക്ക്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവാണോ ജീവിക്കുന്നത്, അതോ എന്നിലുള്ള ഞാനാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. യേശു വസിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ന ഭാവം മാറുക. ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്
എൻ്റെ ആത്മീയ കണ്ണ് തുറക്കും, എൻ്റെ അകത്തെ കണ്ണ് തുറക്കും. ഈ അകത്തെ കണ്ണ് ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് പിശാച് അടച്ചു. ലോകത്തിന്റെ കണ്ണ് തുറന്നു. കാണാൻ ഭംഗിയുള്ളതും ഉള്ള കാര്യങ്ങളൊക്കെ അവൻ കണ്ണിൽ കൂടെ കാണിച്ചു കൊടുത്തു. പ്രാപിപ്പാൻ കാമ്യമുള്ളതൊന്ന് കണ്ടു. സ്ത്രീ അത് പറിച്ചു. അവള് തിന്നു. അവളുടെ ഭർത്താവിനോട് അവളുടെ കണ്ണു തുറന്നു. ഏത് കണ്ണ് തുറന്നു? പുറമേയുള്ള കണ്ണ് തുറന്നു, അകമയുള്ള കണ്ണടഞ്ഞു. പക്ഷേ അകമയുള്ള കണ്ണ്, അടഞ്ഞ കണ്ണിനെ തുറക്കാൻ വേണ്ടി വേണ്ട ഒറ്റ കാര്യം, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ നിങ്ങൾ വസിക്കണം. വസിച്ചാൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കുവാനിടയാണ്. അന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ശോധന ചെയ്യണം? വർഷങ്ങൾ പലതായി കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് വർഷങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നു? ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ ശേഷം മാർക്കറ്റിൽ പോകുമ്പോൾ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ജോലിക്ക് പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, തൊഴിലുറപ്പിന് പോകുമ്പോൾ, ബന്ധങ്ങളുടെ കല്യാണത്തിന് പോകുമ്പോൾ, മരണത്തിന് പോകുമ്പോൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? യേശുവിനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഞാൻ എന്നെയും കൊണ്ട് ഞാൻ പോവുക. എന്തിനാ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. ഏത് സ്വഭാവമാണ്? പഴയ പാപത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തും. എന്നാൽ ക്രിസ്തു എൻ്റെ അകത്തുള്ള കാലം ക്രിസ്തുവിന്റെ സ്വഭാവമല്ലാതെ വേറൊന്നും. ഇന്ന് ഈ രാവിലെ ഒന്ന് വിചിന്തനം ചെയ്യണം. എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടോ? കണ്ണ് തുറക്കാത്തതിന് കാരണം ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. കുറച്ചും കൂടെ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കേട്ടോ, പൗലോസ് പറയുന്നു ഇവിടെ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ, അപ്പോൾ യേശു എന്നിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെടാൻ തുടങ്ങുന്നു. അതാ ഞാൻ പറയുന്നത്. യേശുവിന്റെ സംസാരം, യേശുവിന്റെ ആ ചിരി, യേശുവിന്റെ ആ കാഴ്ചപ്പാടുകൾ, ആ യേശുവിലുള്ള ആ സ്നേഹം, ഇതൊക്കെ വരുന്നത് എങ്ങനെയാ? ഒരുത്തന്റെ ഉള്ളിൽ യേശു വസിക്കുമ്പോഴാണ്. സ്തോത്രം. ഇനി നോക്കുക, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കുന്നത് 3:3. നിങ്ങൾ മരിച്ചു, പണ്ടത്തെ ആൾ ഞാൻ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ട് ഞാൻ എന്ന് പറയുന്ന ആൾ മരിച്ചു. എൻ്റെ സ്വഭാവം, ഞാൻ വിചാരിച്ച പലത് നടക്കും, അഹങ്കാരം, ഇതെല്ലാം മരിച്ചു. എപ്പോഴാ മരിച്ചത്? ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ എന്ത് ചെയ്തു? പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവും ദൈവവും രാജാവുമായിട്ട് സ്വീകരിച്ചപ്പോൾ എൻ്റെ പഴയ ആൾ മരിച്ചു. ഇപ്പോൾ ഞാൻ ആരാണ്? നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നിലെല്ലാം ചെയ്യുന്നത് എൻ്റെ ദൈവമാണ്. ഒന്ന് ചിന്തിക്കണം. ഇപ്പോഴും ഞാനാണോ ചെയ്യുന്നത്? ദൈവമാണോ ചെയ്യുന്നത്? ഒരു വിഷയം വന്നാൽ ഞാൻ എടുത്തു ചാടി ചെയ്യുന്നു. കാരണം എന്താണ്? ക്രിസ്തു എന്നിൽ വസിക്കാത്തത് കൊണ്ടാണ്. ഒരാൾ നമ്മളെന്തെങ്കിലും പെട്ടെന്നൊന്ന് പറയും, നമ്മൾ ചാടി കയറി അവനെതിരെ പ്രതികരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഇന്ന് സഭകളിൽ നോക്കണം, പ്രസ്ഥാനങ്ങളിൽ നോക്കണം. ഇന്ന് കോടതി കേസ്, പോലീസ് സ്റ്റേഷൻ, ഗുണ്ടകൾ, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ സഭകൾ ക്രിസ്തുവിൽ മറഞ്ഞിട്ടില്ല, ക്രിസ്തുവിലല്ല വസിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ തലമുറയിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അകത്തേക്കണ്ട് തുറക്കണം. ഹല്ലേലൂയ. ഇനി ഒരു വാക്കിനോട് യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ നശിച്ചു പോകുകയില്ല, നിത്യജീവൻ പ്രാപിക്കും. ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളോട് പകരുമ്പോൾ ചെറിയൊരു സന്ദേശമാണ്. നിങ്ങൾ പലപ്പോഴും പല അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കൂടെ ഈ സന്ദേശം കേൾക്കുമായിരിക്കാം. പക്ഷെ ഒരു നിമിഷം ചിന്തിക്കണം, എൻ്റെ അകത്തെ കണ്ട് തുറന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാഷ പറയുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിക്കണം, എൻ്റെ അകത്തെ കണ്ട് തുറന്നിട്ടുണ്ടോ? എൻ്റെ അകത്തെ കണ്ട് തുറന്നാൽ ഞാൻ ദൈവിക പ്രവർത്തികൾ കാണും. എത്ര പ്രശ്നം വന്നാലും നമുക്ക് പറയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും ഇതിൻ്റെ അടുത്ത് വരികയില്ല. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നത്, പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ അകത്തേക്കാണ് തുറക്കണം. അകത്തേക്കാണ് തുറക്കണമെങ്കിൽ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. ആമേൻ.
ക്രിസ്തു വിശ്വാസത്താൽ ഉള്ളിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പള്ളിയിൽ പോയാൽ പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, അന്യഭാഷ പറഞ്ഞാൽ പോരാ, അല്ല കൃപാവരത്തിൽ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് പോരാ. യേശു എൻ്റെ ഹൃദയത്തിനകത്ത് വരണമെങ്കിൽ എൻ്റെ പാപം ഏറ്റു പറയണം. എല്ലാം പാപം ഏറ്റു പറഞ്ഞു, യേശുവെ എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങേ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ രാജാവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന ആ ഹൃദയത്തിനകത്ത് പിന്നീട് വേറൊന്നും നിങ്ങൾ കയറ്റരുത്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിത സായാഹ്നങ്ങളിലേക്ക് പെക്കൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, പ്രിയ യൗവനക്കാര സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കാത്ത കാലം നിങ്ങൾക്ക് നിത്യത കാണാൻ പറ്റില്ല. പള്ളിയിൽ പോയി കൈയടിച്ച് പ്രസംഗം കേട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആത്മീയ കണ്ണു തുറന്ന ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സ്തോത്രവും ഹല്ലേലൂയയും പറയും. ശരീരത്തിൽ ഒരു ജഡത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കീബോർഡിൻ്റെ ശബ്ദവും മൈക്ക് സെറ്റിൻ്റെ ശബ്ദങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നിട്ടുണ്ടോ? ആത്മീയ കണ്ണ് തുറന്നാലേ നിത്യതയുടെ വെളിപ്പാട് കാണും. നിത്യതയുടെ വെളിപ്പാട് കണ്ടാലേ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയാൻ പറ്റും. ആമേൻ. ആ പ്രത്യാശ നാടിനെ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കണ്ട വിശുദ്ധന്മാരുടെ വലിയൊരു കൂട്ടം നമ്മുടെ പിന്നിലുണ്ട്. ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു, നമ്മൾ എത്രയോ വർഷമായി കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് കർത്താവിൻ്റെ രാജ്യത്തിനുണ്ട്. നിത്യതയുടെ വെളിപ്പാടുണ്ടോ? നിത്യതയുടെ വെളിപ്പാടില്ലാതെ നിങ്ങൾക്ക് നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് നിത്യതയുടെ വെളിപ്പാട് കിട്ടണമെന്നില്ല. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഇടപെടത്തില്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഒരു വേദന വരുമ്പോൾ, നിങ്ങൾ തകർന്നു പോകുമ്പോൾ, നിങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഉടയുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യഥാർത്ഥമായ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് ഈ 2026 കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഞാനൊരു അടിവരയിട്ടുകൊണ്ട് ഞാൻ കുത്തിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ മൂടാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വർഷങ്ങളായി കർത്തൃ രാജ്യത്തിനു വേണ്ടി ഇറങ്ങിയിട്ടും അകത്തെ കണ്ണു തുറക്കാതെ ആത്മീയ കുരുടന്മാരായി ജീവിക്കുന്ന ഒത്തിരി മക്കൾ ഈ ആത്മീയ ലോകത്തുണ്ട് കർത്താവേ. എന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ആത്മീയ കണ്ണ് തുറന്ന് നിത്യതയുടെ സന്തോഷം അനുഭവിക്കുന്ന, നിത്യതയുടെ വെളിപ്പാട് കാണുന്ന, നിത്യതയുടെ ആനന്ദം അനുഭവിക്കുന്ന കർത്താവ് ഒത്തിരി ഭക്തന്മാരുണ്ട്, ഭക്തമതികളുണ്ട് കർത്താവെ, കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ കർത്താവെ ആത്മീയ കുരുട് മാറ്റുവാൻ, ആത്മീയ കുരുട്ട് കണ്ണു തുറക്കുവാൻ ഈ സന്ദേശം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിക്കാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ അദർശമേറിയ കരം, ആത്മാവിന്റെ സാന്നിധ്യം ഈ സെക്കൻഡിൽ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതിന് തടസ്സമായി നിൽക്കുന്ന ലോകത്തിന്റെ മോഹങ്ങൾ, പാപങ്ങളെ ഞാൻ ശാസിക്കുന്നു. കർത്താവെ, ഇവരുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ, നിത്യതയുടെ വെളിപ്പാട് കാണട്ടെ, യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. കർത്താവെ, ജോണ് കണ്ടതുപോലെ യേശുവിന്റെ തിരു സാന്നിധ്യം വ്യക്തമായി അവരുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഒരിക്കൽ കൂടി നിങ്ങളുടെ നിത്യതയുടെ വെളിപ്പാട് വർദ്ധിപ്പിക്കുന്നതായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇതിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. ക്രൈസ്തവ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിൽ പണിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.